NTSE 2018 സാറ്റ് സെക്ഷനിലെ ഫിസിക്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. 10 മീറ്റർ ആരമുള്ള വൃത്താകാരമായ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കുട്ടി വൃത്തത്തിൻ്റെ 3/4 ഭാഗം 10 സെക്കൻഡിൽ പൂർത്തിയാക്കുന്നുവെങ്കിൽ വേഗത, പ്രവേഗം ഇവ യഥാക്രമം. എ ബോയ് മൂവിങ് along a circular path of radius 10 meter completes 3/4 of the circle in 10 seconds. The magnitude of speed and velocity are. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ കഴിഞ്ഞ 2 എക്സാമുകളിലും ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ അവിടെ ചോദിച്ചിരുന്നത് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസ് ട്രാവൽഡും എത്രയാണെന്നുള്ളതാണ്. ഇവിടെ ചോദ്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താണ്? യു വാണ്ട് ടു ഫൈൻഡ് വെലോസിറ്റി ആൻഡ് സ്പീഡ്, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളതാണ് ചോദ്യം. വൃത്താകാരമുള്ള പാതയിൽ നമ്മൾ ഇവിടെ നിന്ന് ഈ പോയിൻ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 3/4 ഭാഗം സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് പോയിൻ്റ് ഫിനിഷിംഗ് പൊസിഷൻ വരുന്നത്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറഞ്ഞാൽ ദിസ് സർക്കംഫറൻസ് ആണ്. ഈ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 3/4 സർക്കംഫറൻസ് ആണ്. 3/4 സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ 3/4 ഇൻറ്റു 2πr. 2πr എന്ന് പറയുമ്പോൾ സർക്കംഫറൻസ് ആണ്. 2π ഇൻറ്റു 3.14 ഇൻറ്റു റേഡിയസ് ഈസ് that what 10 മീറ്റർ. ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ യു ഗെറ്റ് 14.1 കിട്ടും. ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡിന് നമ്മൾ എന്ത് ചെയ്യണം? ടൈമോട് ഡിവൈഡ് ചെയ്യണം. ടൈമോട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തിട്ട് വെലോസിറ്റി കിട്ടുള്ളൂ. അപ്പോൾ 14.1 ഡിവൈഡ് ബൈ ടൈം സെക്കൻഡ്, ടൈം എടുത്തിട്ടുണ്ട് 10 സെക്കൻഡാണ്. ദാറ്റ് ഈസ് 10 എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.41 മീറ്റർ പെർ സെക്കൻഡാണ് നമുക്ക് എന്ത് കിട്ടുക? വെലോസിറ്റി കിട്ടുക. 1.41 മീറ്റർ പെർ സെക്കൻഡ് 2 ഓപ്ഷൻ ഉണ്ട് ഇവിടെ. 1.41 മീറ്റർ പെർ സെക്കൻഡും ഇവിടെ 4.71 മീറ്റർ പെർ സെക്കൻഡ്, നമുക്ക് ഇവിടെ 1.41 മീറ്റർ പെർ സെക്കൻഡും ഉണ്ട്. അപ്പോൾ ഈ 2 ഡിഫറൻസ് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ആൻസർ സെലക്ട് ചെയ്യാവുന്നതുള്ളൂ. നമ്മൾ പക്ഷേ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടി സെലക്ട് ചെയ്യണം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇത് 1 ആണ്, ഇത് 10 ആണ്, 10 മീറ്റർ ആണ്, 10 മീറ്റർ റേഡിയസ് ആണ്, ഇത് 10 ആണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ 1:1:√2 എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ. 1ഉം 1ഉം ആണെങ്കിൽ ഇത് √2. അപ്പോൾ ഇതെന്തായി മാറും? ഇത് √2 × 10 ആയി മാറും. √2 × 10. √2 × 10 എന്ന് പറയുമ്പോൾ √2ൻ്റെ വാല്യൂ എന്താ? 1.41 ആണ്. ഇൻറ്റു എന്ത് വരും? 1.41 ഇൻറ്റു 10 വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 14.1. അപ്പോൾ 14.1 ആണ് വരിക. സോറി, നമ്മൾ ഈ കാൽക്കുലേഷനിൽ ഇവിടെ 14.1 അല്ല, ഇവിടെ നമുക്ക് കിട്ടുക 47.1 ആണ്. നമ്മൾ എഴുതി മാറിപ്പോയതാണ്. 47.1 ആണ് ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് കിട്ടുക. അപ്പോൾ 47.1 ബൈ 10 ഈസ് ഈക്വൽ ടു വാട്ട് വി ഗെറ്റ്? 4.71 എന്ന് കിട്ടും. ദറ്റ് ഈസ് 4.71. 4.71 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. 2 ഓപ്ഷൻ യു ഗെറ്റ് ഇറ്റ്. ആൻഡ് ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക? √2 × 10 14.1. ഈ 14.1 നമ്മൾ വീണ്ടും ടൈമോട് ഡിവൈഡ് ചെയ്യണം. ടൈം ഈസ് 10, ദറ്റ് ഈസ് ഈക്വൽ ടു 1.41 എന്ന് കിട്ടും. അപ്പോൾ 14.71 4.71 ഇവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.71 1.41 ആണ് കിട്ടുക. വേഗത 4.71, നമ്മുടെ പ്രവേഗം എന്ന് പറയുന്നത്, വെലോസിറ്റി എന്ന് പറയുന്നത് 1.41. therefore this option is correct answer. ഈ ഓപ്ഷനാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അടുത്ത് 2 വസ്തുക്കളുടെ മാസുകൾ തമ്മിലുള്ള അനുപാതം 1:2 ആണ്. അവയിൽ പ്രയോഗിക്കപ്പെടുന്ന ബലങ്ങൾ തമ്മിലുള്ള അനുപാതം 2:1 ആണ്. എന്നാൽ അവയുടെ ത്വരണങ്ങൾ തമ്മിലുള്ള അനുപാതം എന്താണെന്നുള്ള ചോദ്യം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നുണ്ട് F1 ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു a1. m1 ഇൻറ്റു a1. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ പറയുന്നുണ്ട് ഗിവ് എ ഡെഫിനേഷൻ ഓഫ് ഫോഴ്സ് ദറ്റ് ഈസ് F1 ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. ദെൻ F2 നമുക്ക് എന്തെടുക്കാം? ഇവിടെ m2a2 എന്ന് എടുക്കാം. m2a2 നമ്മൾ ഈ റേഷ്യോ ആണ് ഡിവൈഡ് ചെയ്യുന്നത്. F1/F2 മാസുകൾ തമ്മിലുള്ള അനുപാതം 1:2 ആണ്. അവയിൽ പ്രയോഗിക്കുന്ന ബലങ്ങൾ തമ്മിലുള്ള അനുപാതം 2:1 ആണ്. അപ്പോൾ F1/F2 ഈസ് ഈക്വൽ ടു 2/1 തന്നിട്ടുണ്ട്. m1/m2ന് നമുക്ക് എന്തെടുക്കാം? 1:2 ആണ്. അപ്പോൾ ഈ റേഷ്യോന് നമുക്ക് എന്തെടുക്കാം? 1:2 എന്ന് എടുക്കാം. ദെൻ a1/a2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ത്വരണം, അതായത് ആക്സലറേഷൻ്റെ റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്. a1/a2 ഈസ് ഈക്വൽ ടു ഈ 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും? 4/1 കിട്ടും. അപ്പോൾ 4:1 എന്നുള്ള ആൻസർ കൃത്യമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻസർ ഈസ് 4:1 എന്നുള്ള ആൻസർ കിട്ടും.
സർക്യൂട്ടിൽ കൂടി 2 മില്ലി ആംപിയർ വൈദ്യുതി 10 സെക്കൻഡ് സമയം പ്രവഹിക്കുകയാണെങ്കിൽ ഈ കാലയളവിൽ അതിൽ കൂടി ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം ഏകദേശം എ കറണ്ട് ഓഫ് 2 മില്ലി ആംപിയർ ഈസ് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് ഓഫ് ഫോർ 10 സെക്കൻഡ്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ഡ്യൂറിങ് ദ ടൈം വിൽ ബി അബൌട്ട്. ദറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് 1 ആംപിയർ കറണ്ട് ഒരു 1 സെക്കൻഡിൽ, അതായത് ഒരു ആംപിയർ കറണ്ട് 1 സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടെ പോകുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 6.25 ഇൻറ്റു 10⁸8 എന്നുള്ളതാണ്. ഈസ് എ കോൺസ്റ്റൻറ്റ് നമ്പർ. 18 എന്നുള്ള നമ്പറാണ്. 6.25 ഇൻറ്റു 10⁸8 എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് നമ്പറാണ് പാസ് ചെയ്യുക. അപ്പോൾ 1 ആംപിയർ കറണ്ട് ഇവിടെ നമ്മൾ പറയുന്നിരുന്നത് ടൈമിൻ്റെ ഡിഫറൻസ് ഈസ് 10 സെക്കൻഡാണ്. 10 സെക്കൻഡിലേക്ക് പാസ് ചെയ്യുമ്പോഴുകൂടി എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 6.25 ഇൻറ്റു 10⁸18 എന്നുള്ളത് 10⁸8 ഇൻറ്റു 10 വരും. അപ്പോൾ 10⁻⁴ എന്തായിട്ട് മാറും? 19 ആയിട്ട് മാറും. നമ്മൾ പറയുന്നത് ഇവിടെ 2 മില്ലി ആംപിയർ ആണ്. 2 മില്ലി ആംപിയർ എന്ന് പറയുന്നത് 2 ആംപിയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 ആംപിയർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10 സെക്കൻഡിലേക്ക്. 2 ആംപിയർ ആണെങ്കിൽ ഈ 10 സെക്കൻഡിലേക്ക് നമുക്ക് 2 ഇൻറ്റു 6.25 ഇൻറ്റു 10⁻19 എന്നുള്ള ലെറ്റർ വരും. ദറ്റ് ഈസ് 2 ഇൻറ്റു 6.25 ഇൻറ്റു 10⁻19 ദറ്റ് ഈസ് 12.25. ഇത് 2 ഇൻറ്റു 6 12 വരും. 2.25 എന്ന് പറയുമ്പോൾ 12.5 വരും. 12.5 ഇൻറ്റു 10⁻19 എന്നുള്ള നമ്പറാണ് വരിക. ബട്ട് 2 ആംപിയർ അല്ല, ഇവിടെ 2 മില്ലി ആംപിയർ ആണ്. 2 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ ബൈ 1000 ആണ്. അതായത് 2 ആംപിയറിനെ ബൈ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 2 മില്ലി ആംപിയർ വരിക. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. യു വാണ്ട് ടു ഡിവൈഡ് ബൈ 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 3 സീറോ ഈ 3 സീറോ ആയിട്ട് ക്യാൻസൽ ചെയ്യും. ഈ 3 സീറോയും ഈ 3 സീറോ ആയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ യു ഗെറ്റ് 12.5 ഇൻറ്റു 10⁻6 വരും. 16 വരും. 19നും ഈ 3 സീറോ പോകുമ്പോൾ 16 വരും. അപ്പോൾ 12.5 ഇൻറ്റു 16 എന്നുള്ള ആൻസറാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അതിന് കറക്റ്റ് ആൻസർ ഇവിടെ ഒരു സീറോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റോട് കൂടിയിട്ട് നമ്മൾ 12.5നെ നമ്മൾ എന്ത് എഴുതണം? 125 ഇൻറ്റു 10⁻15 എന്ന നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ദറ്റ് ഈസ് 120 ഇൻറ്റു 10⁻15 എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം. ദ സ്മാളസ്റ്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് എമംഗ് ദ ഫോളോയിങ് ഈസ് വാട്ട്? മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്ററാണ് മൈക്രോമീറ്റർ എന്ന് പറയുന്നത്. അതായത് സ്മാൾ യൂണിറ്റാണ്. നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻9 ആണ് നാനോമീറ്റർ. പിന്നെ ആങ്സ്ട്രോം ഉണ്ട്. ആങ്സ്ട്രോം അതിനൊക്കെ ചെറിയ യൂണിറ്റ് 10⁻⁻10 ആണ്. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാലോ ദറ്റ് ഈസ് 10⁻⁻3 ആണ്. 1/1000 ആണ്. 1/1000 ആണ് 10⁻⁻3 മീറ്ററാണ് മില്ലിമീറ്റർ എന്ന്. പ്രകാശവർഷം എന്ന് പറയുമ്പോൾ പ്രകാശവർഷം നമ്മൾ കുറേ വട്ടം പറഞ്ഞാണ്. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു യൂണിറ്റാണ്. നമ്മൾ സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളൊക്കെ പ്ലാനറ്റ്സൊക്കെ ഇടയിലുള്ള അകലൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രകാശവർഷം. 3×10⁸ മീറ്റർ/സെക്കൻഡിൽ പ്രകാശം സഞ്ചരിക്കുമ്പോൾ ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് ലൈറ്റ് ഇയർ അഥവാ പ്രകാശവർഷം എന്ന് പറയുക. വലിയൊരു യൂണിറ്റാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 10⁻�9 നാനോമീറ്ററാണ്. 10⁻⁻9 അതിലും ചെറിയ യൂണിറ്റാണ്. അവിടെ ഇല്ല, നാനോമീറ്ററാണ് നമ്മൾ കറക്റ്റ് ആൻസർ എന്നിട്ട്. അടുത്ത്, റെസിസ്റ്റിവിറ്റി എന്തിനെ ആശ്രയിച്ചിരിക്കും? ചാലകത്തിൻ്റെ നീളം, ചാലകത്തിൻ്റെ ഛേദതല പരപ്പളവ്, ചാലകത്തിൻ്റെ സ്വഭാവം, മേൽപ്പറഞ്ഞവയല്ല. റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ, നേച്ചർ ഓഫ് ദ കണ്ടക്ടർ, ആൾ ഓഫ് ദ എബോവ്. ചാലകത്തിൻ്റെ നീളം സ്വാധീനിക്കും റെസിസ്റ്റൻസിനെ. എന്താണ്? നീളം കൂടുന്തോളം എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് വർദ്ധിക്കും. റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L² എന്നുള്ള ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു L², ലെങ്ത് സ്ക്വയർ എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചാലകത്തിൻ്റെ ഛേദതല പരപ്പളവ്, ക്രോസ് സെക്ഷൻ ഏരിയ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇത് കനം കൂടുന്തോറും ഇതിനെന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇത് കൂടുന്തോറും പ്രതിരോധം കുറയും. അതായത് ചെറുതിലായിരിക്കും ഏരിയ ക്രോസ് സെക്ഷൻ ചെറുതാകുമ്പോഴാണ് ഇതിലാണ് പ്രതിരോധം കൂടുക. ഇതിൽ പ്രതിരോധം എന്ത് ചെയ്യും? കുറയും. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇവിടെ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണെങ്കിൽ ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ചാലകത്തിൻ്റെ സ്വഭാവം, മെറ്റലിൻ്റെ നേച്ചർ ഓഫ് ദ കണ്ടക്ടർ ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ദ റെസിസ്റ്റൻസ്. ഈ പ്രതിരോധം നേച്ചർ ഓഫ് ദ കണ്ടക്ടർ ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ സിൽവർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും കോപ്പർ ആണെങ്കിലും ഒക്കെ ഡിഫറെൻറ്റ് റെസിസ്റ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ചാലകത്തിൻ്റെ സ്വഭാവം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദർഫോർ ഇക്വേഷൻ എന്ന് പറയുന്നത്
മേൽപ്പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൾ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നു, നേച്ചർ ഓഫ് ദ കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൾ ഓഫ് ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാക്കാം. അടുത്ത് 2 ഡയോപ്റ്റർ പവർ ഉള്ള ഒരു കോൺവെക്സ് ലെൻസിൽ നിന്നും 1 മീറ്റർ അകലെയുള്ള ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം വസ്തുവിൽ നിന്ന് ഡാഷ് അകലത്തിലായിരിക്കും. 0.5 meter, 1 meter, 2 meter, 0.75 meter. An object is kept at a distance 1 meter from a convex lens of power 2 diopter. The image is formed in the distance dash from the object. കോൺവെക്സ് ലെൻസിൽ പവർ എന്നുള്ളത് ഡയോപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. ഓർ എഫ് ഈസ് ഈക്വൽ ടു പവർ ഈസ് ഈക്വൽ ടു 1/f ആണ് എന്ന് പറയാം. പവർ ഈസ് ഈക്വൽ ടു 1/f എന്ന് പറയുമ്പോൾ ഹിയർ പവർ ഈസ് ഈക്വൽ ടു 1/f ആണ്. എഫ് ഈസ് ഈക്വൽ ടു 1/p. തിരിച്ച് പറയുകയാണെങ്കിൽ നമുക്കത് പറയാം എഫ് ഈസ് ഈക്വൽ ടു 1/p എന്ന് പറയാം. 1/p എന്ന് പറയുമ്പോൾ പവർ 2 ഡയോപ്റ്റർ ആണ്. ദാറ്റ് ഈസ് 1/2. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു 1/2 മീറ്റർ ആണ് എന്ന് കിട്ടും. എഫ് ഈസ് ഈക്വൽ ടു 1/2 മീറ്റർ. അപ്പോൾ നമ്മൾ ഈ വസ്തു വെച്ചിരിക്കുന്നത് എവിടെയെന്ന് മനസ്സിലാക്കി. നമ്മൾ എവിടെ വസ്തു വെച്ചിരിക്കുന്നത്, എഫ് 1/2 മീറ്റർ ആണെങ്കിൽ ഈ വസ്തു വെച്ചിരിക്കുന്നത് 1 മീറ്റർ അകലെയാണ്. 1 മീറ്റർ അകലെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 2f-ലാണ്. എഫ് 1/2 മീറ്റർ ആണ്. അവിടുന്ന് 1 മീറ്റർ മൊത്തം 1 മീറ്റർ അകലെയാണ് വസ്തു വെച്ചിരിക്കുന്നത്. 2f-ലാണ് വസ്തു വെച്ചിരിക്കുന്നത്. 2f-ലാണ് വസ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ 2f-ൽ വെച്ചിരിക്കുമ്പോൾ വസ്തുവിൻ്റെ പ്രതിബിംബം നമ്മൾ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം 2f-ൽ വെച്ചിരിക്കുമ്പോൾ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുക 2f തന്നെയാണ്. വെൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ 2f, ഇമേജ് ഈസ് ആൾസോ പ്രൊഡ്യൂസ് ഇൻ 2f. ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും അപ്പോൾ എത്രയായിരിക്കും? ഈ 2f-ലേക്കുള്ള അകലം തന്നെയായിരിക്കും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. അതായത് ഇവിടെ 1 മീറ്റർ ആണെങ്കിൽ 1 മീറ്റർ അപ്പുറത്ത് തന്നെയാണ് നമ്മളുടെ എന്തിട്ട് ഈ ഇമേജ് 2f-ലാണ് ഫോം ചെയ്യുക. ദെർഫോർ ഹിയർ ഇവിടെ നമുക്ക് കണ്ണടച്ചിട്ട് ആൻസർ നമുക്ക് എന്ത് എഴുതാം? 1 മീറ്റർ എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതാനും പറ്റും. ഇനി നമ്മുടെ ഇക്വേഷൻ കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇതിൽ ഇക്വേഷൻ നമുക്ക് ഇതിപ്പോൾ പെട്ടെന്ന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കൽ എങ്ങനെയാണ്? 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ കോൺവെക്സ് ലെൻസിൽ ഉപയോഗിക്കേണ്ടത്. 1/f എന്ന് പറയുമ്പോൾ എന്ത് വരും? 1/f ഈസ് 1/2 എന്ന് കൊടുക്കുക. ഈസ് ഈക്വൽ ടു 1/v 1/v ഉണ്ട് മൈനസ് 1/u. 1/u എന്ന് പറയുമ്പോൾ u ഈസ് ടേക്കൺ ആസ് -1. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -1 എടുക്കണം. -1 എടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? 1/1/2 ഈസ് ഈക്വൽ ടു 2. 1/1/2 ഈസ് ഈക്വൽ ടു 2 ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1. 1/v മൈനസ് 1 പ്ലസ് 1 വരും. 1/v മൈനസ് -1 പ്ലസ് 1 വരും. ദാറ്റ് ഈസ് 1/v ഈസ് ഈക്വൽ ടു 2 മൈനസ് 1. 2 മൈനസ് 1 ഈസ് 1 വരും. ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു 1 കിട്ടും. അങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടും. പക്ഷേ നമ്മൾ ഈ പ്രോപ്പർട്ടി അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ എഴുതാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിനെ h ഉയരത്തിൽ നിന്നും താഴേക്കിടുന്നു. ഭൂനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലെത്തുമ്പോഴാണ് ആ വസ്തുവിൻ്റെ ഗതികോർജവും സ്ഥിതികോർജവും തമ്മിലുള്ള അനുപാതം 3:4 ആയിരിക്കുന്നത് എന്നാണ് ചോദ്യം. An object is dropped from a height h. Find the height from the ground at which the kinetic energy and potential energy are in the ratio 3:4 എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വസ്തുവിനെ h ഹൈറ്റിൽ നിന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. ഏറ്റവും മാക്സിമം ഹൈറ്റിൽ നിന്നാണ് വസ്തുവിനെ ഉയരത്തു നിന്ന് താഴേക്ക് ഇടുന്നത്. അപ്പോൾ മാക്സിമം ഹൈറ്റാണിത്. അപ്പോൾ മാക്സിമം ഹൈറ്റിൽ നമുക്കറിയാം ആ ഹൈറ്റിൽ എനർജി എന്ന് പറയുന്നത് ഓൺലി പൊട്ടൻഷ്യൽ എനർജി മാത്രമാണ് ആ പോയിന്റിലുള്ളത്. ആ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം mgh ആണ്. m മാസ്, g ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി, h ഈസ് ദ ഹൈറ്റ് ഓഫ് ദ പോയിന്റ്. ഇനി താഴത്ത് നമ്മൾ പർട്ടിക്കുലർ ഹൈറ്റിലെത്തുമ്പോഴുള്ള കാര്യം പറയുന്നത്, അതായത് ഇവിടുന്ന് ഒരു ഹൈറ്റിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് അവിടുന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തി. ഈ ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴത്തെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിലെത്തുമ്പോഴുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഡിസ്കഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഈ പർട്ടിക്കുലർ ഹൈറ്റിലുള്ള h എന്ന് പറയുന്നത്, പർട്ടിക്കുലർ ഹൈറ്റിൽ h എന്ന് പറയുന്നത് 2 എനർജി കൂടിയതായിരിക്കും. ഒന്നേതാണ്, ഒന്ന് കൈനറ്റിക് എനർജി ഉണ്ടാവും, ke ഉണ്ടായിരിക്കും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി pe ഉണ്ടായിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ച ഇക്വേഷൻ തന്നെ mgh. അത് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് m ഇൻറ്റു g ഇൻറ്റു h ആയിട്ട് മാറും. ഈ പർട്ടിക്കുലർ ഹൈറ്റിൽ h ആണല്ലോ. പിന്നെ കൈനറ്റിക് എനർജി എഴുതണം. കൈനറ്റിക് എനർജി പ്ലസ് കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഹാഫ് mv² ആണ്. അതായത് ഹാഫ് ഇൻറ്റു m ഇൻറ്റു v². അപ്പോൾ v ആ പർട്ടിക്കുലർ ഹൈറ്റിലുള്ള വെലോസിറ്റീൻ്റെ സ്ക്വയർ ആണ് നമ്മൾ v² എന്ന് എഴുതുന്നത്. ആ പർട്ടിക്കുലർ ഹൈറ്റിലുള്ള
വെലോസിറ്റിൻ്റെ സ്ക്വയറാണ് വി സ്ക്വയർ. പക്ഷേ ഈ ഇ എച്ചും ഈ എ എച്ചും ഈക്വൽ ആയിരിക്കും. കാരണം ഇത് ടോട്ടൽ എനർജിയാണ്, ഇതും ടോട്ടൽ എനർജിയാണ്. ഈ രണ്ട് ടോട്ടൽ എനർജിയും ഈക്വൽ ആവുന്നതാണ് ലോ കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. ലോ കൺസർവേഷൻ എനർജി പറയുന്നത് എനർജി ക്യാൻ ബി നൈദർ ഡിഗേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതും ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് പകരം നമുക്ക് എന്ത് ഇക്വേറ്റ് ചെയ്യാം? നമുക്ക് എം ജി എച്ച് തന്നെ ഇക്വേറ്റ് ചെയ്യാം. നമ്മളിവിടെ എം ജി എച്ച് തന്നെ ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ മാസ് ക്യാൻസൽ ചെയ്യാം. മാസിൻ്റെ പിന്നെ ആവശ്യമില്ല. ഈ എമ്മും ഈ എമ്മും ഈ എമ്മും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താണ്? ജി എച്ച് പ്ലസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി എച്ച് പ്ലസ് ഹാഫ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ ജി എച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഈ 2 നമുക്ക് എൽ സി എം 2 കൊണ്ട് മൊത്തം ക്യാൻസൽ ചെയ്യും. 2 കൊണ്ട് മൊത്തം വിട്ടുമ്പോൾ നമുക്ക് എന്തായിട്ട് 2 ജി എച്ച്, ഇവിടെ 2 ജി എച്ച്, ഈ എച്ച് അല്ല ക്യാപിറ്റൽ എച്ച്, പ്ലസ് ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എം വി സ്ക്വയർ കിട്ടും. എം ക്യാൻസൽ ചെയ്താണ്, എം ക്യാൻസൽ ചെയ്ത് ബാക്കി എന്ത് മാത്രം മതി? വി സ്ക്വയർ മാത്രം മതി. ഈസ് ഈക്വൽ ടു ഇവിടെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യണമല്ലോ, അപ്പോൾ 2 ജി സ്മോൾ എച്ചും കിട്ടും. 2 ജി സ്മോൾ എച്ചും കിട്ടും. ഇതൊന്ന് വി സ്ക്വയറിൻ്റെ ഇക്വേഷൻ എഴുതാം. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഈ 2 ജി സ്മോൾ എച്ച് മൈനസ് 2 ജി ക്യാപിറ്റൽ എച്ച് കിട്ടും. 2 ജി ക്യാപിറ്റൽ എച്ച്. ഈ 2 ജി ഔട്ട് സൈഡ് എടുക്കുക. 2 ജി ഔട്ട് സൈഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ജി ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇൻറ്റു എച്ച് മൈനസ് എച്ച് എന്ന് കിട്ടും. എച്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം ഹൈറ്റാണ്. ഈ എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പർട്ടിക്കുലർ ഹൈറ്റാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മളെ ഈ പർട്ടിക്കുലർ ഹൈറ്റിൽ നമ്മളൊരു ഇക്വേഷൻ പറയുന്നുണ്ട്. എന്താണ് ഈ പർട്ടിക്കുലർ ഹൈറ്റിൻ്റെ കേസിൽ എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി. ആ പർട്ടിക്കുലർ ഹൈറ്റിലുള്ള കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ ആ പർട്ടിക്കുലർ ഹൈറ്റിലുള്ള നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജിയും ഉള്ള ഈ റേഷ്യോ എന്തായിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. ദിസ് റേഷ്യോ ഷുഡ് ബി 3/4. ഈ റേഷ്യോ ഈ തമ്മിലുള്ള അനുപാതം 3/4 ആവുന്നു എപ്പോഴാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെടുക്കാം? 3/4 എന്ന് കൊടുക്കാം. ഈ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനും ഈ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ കൈനറ്റിക് എനർജി നമ്മൾ പറഞ്ഞു ഹാഫ് എം വി സ്ക്വയർ ആണ്. ആ പർട്ടിക്കുലർ ഹൈറ്റിലുള്ള വെലോസിറ്റി ഹാഫ് എം വി സ്ക്വയർ ഡിവൈഡ് ബൈ നമുക്ക് ഈ പർട്ടിക്കുലർ ഹൈറ്റിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? എം ജി എച്ച് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/4 എന്ന് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് എം ജി എച്ചും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3 ജി എച്ച് എന്ന് ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഈ മാസും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഹാഫ് ഇവിടെ നമുക്ക് എന്തുണ്ട്? ഹാഫ് ഉണ്ട്. ഹാഫ് വി സ്ക്വയർ ഉണ്ട്. വി സ്ക്വയറിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. വി സ്ക്വയറിൻ്റെ വാല്യൂ റിലേഷൻ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 ജി ഇൻറ്റു എച്ച് മൈനസ് എച്ച് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് വി സ്ക്വയർ ഈസ് 2 ജി ഇൻറ്റു എച്ച് മൈനസ് എച്ച് ഡിവൈഡ് ബൈ നമുക്കിവിടെ എം ജി എച്ചിൽ ഇനി ജി എച്ച് ആണ് ബാക്കിയുള്ളത്. ഈ ജി എച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാം. നമുക്ക് ഈ ജിയും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് കിട്ടും? എച്ച് മൈനസ് എച്ച് ബൈ എച്ച് ഈസ് ഈക്വൽ ടു ഇക്വേറ്റും കിട്ടും 3/4 എന്ന് കിട്ടും. എച്ച് മൈനസ് എച്ച് ബൈ എച്ച് ഈസ് ഈക്വൽ ടു 3/4. ഇതൊന്ന് എച്ച് ബൈ എച്ച് 1 ആണ്. 1 മൈനസ് എച്ച് ബൈ എച്ച് എന്ന് എഴുതാം. 1 മൈനസ് എച്ച് ബൈ എച്ച് എന്ന് എഴുതാം. 1 മൈനസ് എച്ച് ബൈ എച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്? 3/4. നമുക്ക് എച്ച് ബൈ എച്ച് വേണ്ട. സോറി, ഇവിടെ നമ്മൾ തെറ്റിപ്പോയി. ഇവിടെ എച്ച് ആണ്, ക്യാപിറ്റൽ എച്ച് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ക്യാപിറ്റൽ എച്ച്. ദർഫോർ എച്ച് ബൈ എച്ച് മൈനസ് എച്ച് എന്ന് കിട്ടും. ദർഫോർ ഇറ്റ് ഈസ് റിട്ടൺ ആസ് എച്ച് ബൈ എച്ച് മൈനസ് 1 എഴുതാം. ഇവിടെ ഇങ്ങനെയല്ലേ വരിക? എച്ച് ബൈ എച്ച് മൈനസ് 1. എച്ച് ബൈ എച്ച് മൈനസ് 1. എച്ച് ബൈ എച്ച് മൈനസ് 1 ഈസ് ഈക്വൽ ടു 3/4 കിട്ടും. ദർഫോർ യു വാണ്ട് ടു ഫൈൻഡ് എച്ച് ബൈ എച്ച് എന്ത് കണ്ടുപിടിക്കണം? എച്ച് ബൈ എച്ച് ഈസ് ഈക്വൽ ടു 3/4 പ്ലസ് 1 കിട്ടും. 3/4 പ്ലസ് 1. 3/4 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 4 3 7 7/4 കിട്ടും. 7/4. അപ്പോൾ ഈ എച്ച് എന്ന് പറയുന്നത് എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏത് ഹൈറ്റിലാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്ന് എച്ച് ഈസ് ഈക്വൽ ടു എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകാം. ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരിക. 4h/7 എന്ന് കിട്ടും. 4h/7. ദറ്റ് ഈസ് ഈ എച്ച് ഈസ് ഈക്വൽ ടു 4h/7. ഈ പർട്ടിക്കുലർ ഹൈറ്റിലാണ്, മാക്സിമം ഹൈറ്റിൻ്റെ 4h/7 ഉള്ള ടൈമിലാണ് നമുക്ക് ഇത് ഇവിടെ ആൻസർ ഉണ്ട്. 4h/7 എന്നുള്ള ആൻസർ കൃത്യമായിട്ട് കിട്ടും.
പ്രകാശത്തിൻ്റെ താഴെ പറയുന്ന ഏത് ജോഡിയാണ് ധവളപ്രകാശം ഉണ്ടാക്കുന്നത്? സയനും ചുവപ്പും, നീലയും ചുവപ്പും, മജന്തയും ചുവപ്പും, മഞ്ഞയും ചുവപ്പും. Which of the following about combination of light gives the white light? Cyan and red, blue and red, magenta and red, yellow and red. നമുക്കറിയാം പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ഗ്രീന്, ബ്ലൂ ആൻഡ് റെഡ് ആണ്. ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വൈറ്റ് ലൈറ്റ് ഉണ്ടാകുന്നത്. നമ്മളിവിടെ സയൻ പറഞ്ഞു. സയൻ എന്ന് പറയുന്നത് ഗ്രീനും നീലയും കൂടിയതാണ്. ഗ്രീൻ ആൻഡ് ബ്ലൂ, ഗ്രീനും ബ്ലൂവും ചേർന്നാണ് നമ്മൾ സയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗ്രീനും ബ്ലൂവും വന്നു, പ്ലസ് എന്ത് വന്നു? റെഡ് വന്നു. ഇതാണ് കോമ്പിനേഷൻ. നീലയും ചുവപ്പും ഉണ്ടാകുമ്പോൾ കിട്ടില്ല, പ്ലസ് എന്ത് വേണം? ഗ്രീന് വരണം. മജന്തയും ചുവപ്പും, മജന്ത എന്ന് പറയുന്നത് ബ്ലൂവും, മജന്ത എന്ന് പറഞ്ഞ ബ്ലൂ പ്ലസ് റെഡാണ്. പിന്നെ വീണ്ടും റെഡ് വന്നു. ഇതിക്കും എന്ത് വരണം? ഗ്രീന് വരണം നമുക്ക് കിട്ടണമെങ്കിൽ. ഇതോ മഞ്ഞ എന്ന് പറയുമ്പോൾ എന്താണ്? യെല്ലോ എന്ന് പറയുമ്പോൾ റെഡ് പ്ലസ് ഗ്രീനാണ്. ഇതിലേക്ക് വീണ്ടും ബ്ലൂ വരണം. ബ്ലൂ വന്നാലേ നമുക്ക് എന്ത് പറ്റുള്ളൂ? വൈറ്റ് കളർ കിട്ടും. പിന്നെ വന്ന് ചുവപ്പാണ്. ദർഫോർ ദിസ് ഈസ് എ കറക്റ്റ് ആൻസർ. അടുത്ത്, സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന ഭൂമിയുടെ സഞ്ചാര വേഗത ഏകദേശം എത്രയാണ്? 1 km/s, 11.2 km/s, 30 km/s, 8 km/s. The speed with which the earth revolves round the sun is about മെഷർ ചെയ്യുന്നുണ്ട്. ഇതിൽ 11.2 m/s എന്നത് റൊട്ടേഷനാണ്. അത് ഭ്രമണ വേഗതയാണ്, ഭൂമിയുടെ ഭ്രമണ വേഗതയാണ്. ശരിക്കും പരിക്രമണ വേഗത, റവല്യൂഷൻ സ്പീഡ് എന്ന് പറയുന്നത് 29.783 km/s ആണ്. ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 30 km/s എടുക്കാം. അപ്പോൾ 30 km/s എന്നുള്ളതാണ് കറക്റ്റ്. 30 km/s എന്നുള്ള കറക്റ്റ് ആൻസർ. അടുത്തത്, ഒരു ബൾബിൽ പ്രയോഗിക്കുന്ന വോൾട്ടേജ് പകുതിയാകുമ്പോൾ പവർ എന്താവും എന്നുള്ളതാണ്. ഒരു ബൾബിൽ പ്രയോഗിക്കുന്ന വോൾട്ടേജ് പകുതിയാകുമ്പോൾ പവർ എന്താവും? പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. P = I²RT. ജൂൾ നിയമത്തിൽ T ഡിവൈഡ് ചെയ്യുമ്പോൾ ഇക്വേഷൻ I²R ആയി മാറും. I²R എന്ന് പറയുമ്പോൾ I × V ആയിട്ട് മാറും. അപ്പോൾ V ആയിട്ട് മാറും. വോൾട്ടേജ് V പകുതിയാകുമ്പോൾ വോൾട്ടേജ് ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ്. വോൾട്ടേജ് റെഡ്യൂസ് ഹാഫ് ആകുമ്പോൾ ഐയും ആൾസോ റെഡ്യൂസ്ഡ് ടു ഹാഫ് ആവും മാറും. അതായത് ഐയും വിയും ഓട്ടോമാറ്റിക്കായിട്ട് ഹാഫായിട്ട് മാറും. അപ്പോൾ ഇവിടെ 2 ഹാഫിൻ്റെ വേരിയേഷൻ വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ആയിട്ടാണ് മടങ്ങായിട്ടാണ് മാറുക. അതായത് 4/1 ആകുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു ബുക്കിൽ അനുഭവപ്പെടുന്ന പരിണിത ബലം എന്താണെന്നുള്ള ചോദ്യം. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ബുക്കിൽ ഗുരുത്വാകർഷണ ബലമുണ്ട്. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ബുക്കിൽ പ്രയോഗിക്കുന്ന മേശ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ബുക്കിൽ ഘർഷണ ബലമുണ്ട്. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ കറക്റ്റ് ആൻസർ പരിണിത ബലം എന്നൊരു ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബുക്ക് പ്ലേസ് ഓൺ ദ ടേബിൾ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഫോഴ്സ് എക്സെർട്ടഡ് ബൈ ദ ടേബിൾ ഓൺ ദ ബുക്ക്. ഫ്രിക്ഷണൽ ഫോഴ്സ് 0 എന്നുണ്ട്. ടോട്ടൽ എക്സെർട്ടഡ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിൻ്റെ ടോട്ടൽ ഫോഴ്സ് എക്സെർട്ടിംഗ് ഫോഴ്സ് എപ്പോഴും ഒരു 0 ആയിരിക്കും. അത് ചേഞ്ച് ആകുമ്പോഴാണ് ഈ വസ്തു എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. മുകളിലേക്ക് എറിഞ്ഞിരിക്കുന്ന വസ്തുവിൻ്റെ പ്രവേഗവും സമയവും തമ്മിലുള്ള ഗ്രാഫ് സൂചിപ്പിക്കുന്നത് ഏതാണെന്നുള്ള ചോദ്യം. ഇത് നമ്മളെപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഗ്രാഫ് നമ്മളെപ്പോഴും ഓർമ്മിച്ച് വെക്കണം. ദിസ് ഗ്രാഫ് ഈസ് വെലോസിറ്റി സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആവണം. അതാണ് വെലോസിറ്റി ബൈ ടൈം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഈ ഗ്രാഫിലാണ് വെലോസിറ്റിയും ടൈം എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടുക. ഇങ്ങനെ ഈ സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫിലാണ് വെലോസിറ്റിയും ടൈം എടുത്താൽ കോൺസ്റ്റൻ്റ് ആയി കിട്ടുക. ദാറ്റ് ഈസ് വെലോസിറ്റി ബൈ ടൈം ഈസ് ഈക്വൽ ടു വാട്ട്? G. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് വരുന്ന ഗ്രാഫ് ഈ ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാക്കണം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നന്നായിട്ട് ഈ സ്കോളർഷിപ്പ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക.